ഇപ്പോഴും ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായിട്ടുണ്ടോ, അവിടേക്ക് കോടതിയിലേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിലൊക്കെ അല്പസമയത്തിനകം സ്ഥിരീകരണം ലഭിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ കൂടി ചേരുകയാണ്. ഷഫീദ്, ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണമോ വ്യക്തതയോ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ദിലീപ് കുമാർ, നിലവിൽ ഇപ്പോൾ ഏതായാലും പോലീസ് ആസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ എന്നൊരു വിവരം ഇല്ല. മാത്രവുമല്ല, നമ്മൾ മറ്റുദ്യോഗസ്ഥരെ, ഈ സംഘത്തിന് മാത്രമാണ്, SIT ടീമിന് മാത്രമാണ് എന്തെങ്കിലും നടക്കുമോ എന്നുള്ള കാര്യം അറിയാവുക. അവർ ഔദ്യോഗികമായി മാത്രമായിരിക്കും ഈ വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ള സൂചനയെ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നീക്കമില്ല. രണ്ടു പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അത് പോലീസിന് കിട്ടിയ ഒരു റൂമർ, ഒരു വിവരം മാത്രമാണ്. അതായത് കുടകിൽ നിന്ന് ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തി ഹാജരാകാനുള്ള നീക്കം നടത്തുന്നു എന്നുള്ളൊരു വിവരം അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്ദുർഗിലെ പോലീസിനോട് കോടതി പരിസരം കേന്ദ്രീകരിച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയ സാഹചര്യത്തിൽ കോടതിയിലേക്ക് വരും വഴി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ എടുക്കുക, അറസ്റ്റ് ചെയ്യുക അടക്കമുള്ള നീക്കങ്ങൾ ആവശ്യമെങ്കിൽ പോലീസിന് എടുക്കാം എന്നുള്ളൊരു വിവരമായി വരുന്നുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലില്ല എന്ന് നമുക്ക് ഏതാണ്ട് 50% ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അങ്ങനെ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പകരം പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് കൊടകിൽ നിന്ന് ഹോസ്ദുർഗ് കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകാൻ വരുന്നു എന്നൊരു സൂചനയുണ്ട്. ആ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചത്. അത് ഏതെങ്കിലും വിധത്തിൽ രാഹുലിനുള്ള സുരക്ഷയല്ല, പകരം രാഹുൽ കോർട്ട് പെർമിഷനിലേക്ക് കയറും മുൻപ് അറസ്റ്റ് ചെയ്യാം. കാരണം ആന്റിസിപ്പേറ്ററി ബെയിലിൽ ഇതിനോടകം തന്നെ തള്ളിയിട്ടുണ്ട്. അയാൾക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ച് കസ്റ്റഡി അത് അനിവാര്യമാണ്. പോലീസിനെ സംബന്ധിച്ച് അറസ്റ്റ് അനിവാര്യമാണ്. ആ നീക്കങ്ങൾ അത് ഹോസ്ദുർഗ് മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കൂടാതെ അതിർത്തിയിലെ ചില പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അതിർത്തിയിലെ ചില കോടതികളുടെ പരിസരങ്ങളിൽ നിരീക്ഷണം കർശനമാക്കാൻ അവിടുത്തെ പോലീസിനും ചില നിർദ്ദേശങ്ങൾ പോയിട്ടുള്ളതായുള്ള വിവരം വരുന്നുണ്ട്. ഏതായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പിടിയിൽ എന്ന തരത്തിലേക്ക് ഒരു വിവരം നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഏത് സമയവും ഒരുപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോടതികളിൽ ഹാജരാകാം. കാരണം ഓർഡർ ഇറങ്ങിയത്, അതായത് ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഓർഡർ ഇറങ്ങിയത് ഏറെ വൈകിയാണ്. ആ സാഹചര്യത്തിൽ ഇന്ന് എന്തായാലും ഹൈക്കോടതിയിൽ രാഹുലിന് ആന്റിസിപ്പേറ്ററിയുമായി മൂവ് ചെയ്യാൻ കഴിയില്ല. നാളെയാണെങ്കിൽ തന്നെ അത് കോടതി ഫയൽ സ്വീകരിക്കുമ്പോൾ തന്നെ ഉച്ച കഴിയും. അടുത്ത 2 ദിവസം കോടതി അവധിയാണ്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച വരെ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബെയിലിനോ ആന്റിസിപ്പേറ്ററിക്കോ ഒക്കെ പോകുമ്പോൾ കൂടുതൽ തടസ്സമുണ്ടാകുന്ന ഒരു നിയമോപദേശം രാഹുലിന് ലഭിച്ചതായിട്ടാണ് വിവരം. അതുകൊണ്ടാണ് കോടതിയിൽ ഹാജരാകാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുള്ള നീക്കം എന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ കാസർഗോട്ടെ കാഞ്ഞങ്ങാട്ടുള്ള ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വലിയ പോലീസ് സന്നാഹത്തെ, സുശക്തമായ പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിച്ചിരിക്കുകയാണ്. ഈ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടെ BJP പ്രവർത്തകർ പ്രതിഷേധവുമായി കോടതി പരിസരത്ത് എത്തിയിട്ടുമുണ്ട്. BJP പ്രവർത്തകർ പതാക വീശി കാണിക്കുന്നുണ്ട്. പതാക ഉയർത്തിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് പിടിയിലായിട്ടുണ്ടോ എന്നതിൽ സ്ഥിരീകരണമില്ല. പക്ഷേ ആ നിലയിലുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ആ കോടതി പരിസരത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. വലിയ പോലീസ് സന്നാഹത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട്, കാഞ്ഞങ്ങാട് DYSP തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഈ പോലീസ് സംഘത്തെ അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ശക്തമായ കാവലിലാണ്. വൈകുന്നേരം കോടതി അടയ്ക്കുന്നതാണ് സാധാരണ നടപടിക്രമങ്ങൾ സാധാരണയായി കണ്ടുവരാറുള്ളത്. പക്ഷേ തികച്ചും അസാധാരണ സാഹചര്യത്തിലാണ് കോടതി പിന്നീട് തുറന്നു പ്രവർത്തിക്കുക. ഇപ്പോഴും കോടതി അടച്ചിട്ടില്ല. അവിടെ കോടതി തുറന്നിട്ടുണ്ട് ഇപ്പോഴും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടേക്ക് കൊണ്ടുവരുന്നതിനാണോ? അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തതുപോലെ കുടകിൽ നിന്ന് പിടികൂടുകയായിരുന്നോ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊബൈൽ ഫോൺ ഓണായിരുന്നു. അത് വെച്ച് ട്രാക്ക് ചെയ്ത് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഏതായാലും വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം ആ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം നൽകാൻ കഴിയും. ഇപ്പോൾ ഏതായാലും ഹോസ്ദുർഗ് കോടതി പരിസരത്ത് വൻ പോലീസ് സന്നാഹത്തെ വിന്യസിച്ചിരിക്കുന്നു. അവിടെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരും അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോസ്ദുർഗ് കോടതി പരിസരത്ത് ഇപ്പോൾ നാടകീയമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇവിടേക്ക് പിടിയിലായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. പിടിയിലായിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് കൊണ്ടുവരുമോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. 8ാം ദിവസം, അങ്ങനെ പിടിയിലായിട്ടുണ്ടെങ്കിൽ 8ാം ദിവസമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലാകുന്നത്. ഒളിവിൽ പോയിട്ട് ഇന്നിപ്പോൾ 8 ദിവസമായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടെ മറ്റൊരു ലൈംഗിക പീഡന ആരോപണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. ഇന്നിപ്പോൾ
പോലീസ് പ്രോസിക്യൂഷൻ അതൊക്കെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡോക്ടറുടെ മൊഴിയും ഇക്കാര്യത്തിൽ വളരെ നിർണായകമായിരുന്നു. നിർബന്ധിത ഗർഭചിത്രം സംബന്ധിച്ച് അങ്ങനെ ഇത്തരം തെളിവുകളെല്ലാം പ്രോസിക്യൂഷൻ ഇന്ന് കോടതിക്ക് മുന്നിൽ ഹാജരാക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഇന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിക്കാതിരിക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.